ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം. അപ്പോൾ എന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു DLS അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഫുൾ കോമൺ പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പം അത് മാറ്റിയിട്ട് ഫുൾ ലെജൻഡറി സ്ക്വാഡ് എങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കരിയറുമായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അവിടെ ആയി കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഫിക്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഞെക്കുക. അതിനുശേഷം ഇവിടെ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഞെക്കിയിട്ട് നിങ്ങൾ കുറേ കരിയർ മാച്ചസ് കളിക്കുക. അങ്ങനെ കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ മാച്ചും അതുപോലെ മെഡൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഡ്രീം ലീഗ് ലൈവ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നീക്കി കഴിയുമ്പോഴത്തേനും ഡ്രീം ലീഗ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏറ്റവും ഇടത്തെ സൈഡ് എഴുതി കാണിക്കും. അവിടെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ മാച്ചസ് കളിക്കാൻ പറ്റും. ആ ഓൺലൈൻ മാച്ചസ് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് HP നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടും. ആ HP ഒക്കെ നിങ്ങൾ കൂട്ടി വെക്കുക. അപ്പം നിങ്ങളുടെ ട്രാൻസ്ഫർ ബോക്സ് ഇതുപോലുള്ള റെയർ പ്ലേയേഴ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവരെ നിങ്ങളുടെ ടീമിലോട്ട് എടുക്കുക. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ടീം റേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടി വരും. അതങ്ങനെ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഓരോ കോമൺ പ്ലെയറെ കളയുന്നതനുസരിച്ചിട്ട് ഓരോ റെയർ പ്ലെയറിനെ വെച്ച് നിങ്ങളുടെ ടീമിലോട്ട് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീം റേറ്റിംഗ് ശരിക്കും കൂടും. അങ്ങനെ കൂടി കഴിയുമ്പോഴത്തേന് നിങ്ങൾ ലൈവ് മാച്ച് അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ മാച്ച് കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ട്രാൻസ്ഫർ ബോക്സിൽ ഒരു ലെജൻഡറി പ്ലെയർ വരും. അപ്പോൾ നിങ്ങളുടെ കോയിൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ലോക്ക് പ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. 20 ഡയമണ്ട് കൊടുത്തിട്ട് ആ പ്ലെയറെ ലോക്ക് ആക്കി വെക്കുക. അതിനുശേഷം 24 മണിക്കൂറത്തേക്ക് ട്രാൻസ്ഫർ ബോക്സിൽ ഈ ഒരു പ്ലെയർ അവിടെ കാണും. അപ്പോൾ നിങ്ങൾ കോയിൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്ലെയർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ പിന്നെയും ലൈവോ അല്ലെങ്കിൽ കരിയറോ കളിക്കുക. അത് കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ട്രാൻസ്ഫർ ബോക്സിൽ പിന്നെയും ഇതുപോലെ ലെജൻഡറി പ്ലെയേഴ്സ് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾ കളിച്ച ഓരോ പ്ലെയേഴ്സിനെ വെച്ച് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലോട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടീം റേറ്റിംഗ് കൂടും. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ടീമിൽ നിന്ന് കളയുക. അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ, മെസ്സി ഇഷ്ടമുള്ള പ്ലെയേഴ്സൊക്കെ വരുമ്പോഴത്തേനും അത് നിങ്ങൾ ടീമിലോട്ട് എടുക്കുക. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലെജൻഡറി സ്ക്വാഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.